നമസ്കാരം. ഇന്ന് മാർച്ച് 25 ചൊവ്വാഴ്ചയാണ്. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി കൂടിയാണ് ഇന്നേ ദിവസം പകലും രാത്രിയും മുഴുവൻ ചന്ദ്രൻ മകരം രാശിയിൽ നിലകൊള്ളുന്നതാണ്. ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള സംയോഗത്തിലൂടെ നവപഞ്ചമയോഗം സൃഷ്ടിക്കപ്പെടുന്നതാകുന്നു. കൂടാതെ ഇന്ന് തിരുവോണം നക്ഷത്രവും ശിവയോഗവും ഒരുമിച്ച് വരുന്ന അപൂർവ ദിവസം കൂടിയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസം കൂടിയാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ടും ബിസിനസ് പരമായും വളരെയധികം അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് പറയാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്, ജാതകപ്രകാരം. അതിനാൽ ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. എവരും ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായ ഒരു ദിവസമായി തന്നെ മാറാം. പ്രകടനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. കാരണം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പെരുമാറുവാൻ സാധിക്കുന്നതാണ്. ശരിയായ രീതിയിലുള്ള പ്രകടനങ്ങൾ, മികച്ചതായ പ്രകടനങ്ങൾ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ടോ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടോ കൊണ്ടുവരുവാൻ സാധിക്കുകയും അത് മേലധികാരികളെ ആകർഷിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. പുതിയ അവസരങ്ങളിലേക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് എത്തുവാൻ സാധിച്ചു എന്ന് വരാം. കാരണം പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമം തോന്നാവുന്നതുമാണ്. എന്നാൽ ശുഭവാർത്തകൾ കൂടുതലായി കേൾക്കുവാനുള്ള സാധ്യത ഇന്നേ ദിവസം ഒരൽപ്പം കൂടുതൽ തന്നെയാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉയർച്ച നേടുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളിലും വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ്. കുടുംബകാര്യങ്ങളിൽ പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ അനുഭവപ്പെടുന്നതായ സാഹചര്യം കൂടി നിങ്ങൾക്കുണ്ട്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ദമ്പതികൾക്കിടയിൽ അനുകൂലമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായ ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം അനുഭവിക്കുന്നതായ ചില ദുഃഖങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ദിവസമാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നത്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്കും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്ന ദിവസം തന്നെയാണ് ഇന്ന്. പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുക. എതിരാളികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും എതിരാളികളെ തോൽപ്പിക്കുവാൻ സാധിക്കുക. പരിശ്രമത്തിലൂടെയും കാര്യക്ഷമതയിലൂടെയും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുക. സാമ്പത്തിക പദ്ധതികൾ വിജയകരമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സമയം തന്നെയാണ് വന്നു ചേരുക. അനാവശ്യമായ ചെലവുകൾ ഒരൽപ്പം കൂടുകയോ അല്ലെങ്കിൽ അത്തരം ചില പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടും വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. കാരണം ചെലവുമായി ബന്ധപ്പെട്ട് അല്പം പണം നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ നോക്കുമ്പോൾ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമാണ്. ധനപരമായ ആവശ്യങ്ങൾ വന്നു ചേരും. എങ്കിൽ പോലും ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ധനം സഹായമായാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു. കർക്കിടകം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ.
ഇന്നേ ദിവസം പൊതുവിൽ ഈ രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ മറ്റ് അവസരങ്ങൾ തേടി വരാവുന്നതായ ദിവസമാകുന്നു. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ദിവസം കൂടിയാകുന്നു. കൂടാതെ പല വ്യക്തികളുടെയും പിന്തുണ ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ഏതെങ്കിലും കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ, അത് കഠിനമായ ശ്രമങ്ങളാണ് എങ്കിൽ വിജയങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില തെറ്റിദ്ധാരണകൾ പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം ഒരല്പം കൂടുതൽ തന്നെയാകുന്നു. അത്തരം കാര്യങ്ങൾ കൂടി സംഭവിക്കാവുന്നതാണ്. പ്രധാനമായും ഇന്നേ ദിവസം പണം ചെലവാക്കുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പ്രതീക്ഷിക്കുന്നതായ ധനം പോലും സഹായമായോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ കൈകളിലേക്ക് വന്നു ചേരാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന ദിവസം തന്നെയാകുന്നു. പ്രധാനമായും ഇവർക്ക് ജീവിതത്തിൽ പല വിധത്തിലും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സമ്മാനങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഇഷ്ടപ്പെട്ട ആഹാരം ലഭിക്കാനുള്ള സാധ്യതകളും ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു. സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. സുഹൃത്തുക്കളുടെ, വേണ്ടപ്പെട്ടവരുടെ പിന്തുണയും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില തർക്കങ്ങൾ വന്നു ചേരാം, എന്നാൽ അത് മനസ്സിലാക്കി ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട അന്തരീക്ഷം അനുകൂലമായി തീരും. സഹപ്രവർത്തകരുടെ, സുഹൃത്തുക്കളുടെ, വേണ്ടപ്പെട്ടവരുടെ സഹായം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുമാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ് വിപുലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്ന കാര്യവും പ്രധാനമായും ഓർക്കുക. നിക്ഷേപങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ, നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സമയമാണ്. കൂടാതെ ഇന്നേ ദിവസം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ പോലും ഇന്നേ ദിവസം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ, ബുദ്ധി ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുക, പുരോഗതി കൈവരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സങ്കീർണമായ പല ജോലികളും ഇന്നേ ദിവസം പൂർത്തിയാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കലാമേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും വരുമാനത്തിൽ വർധനവ്, പ്രതീക്ഷിക്കാതെ തന്നെ ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്രകൾ വിജയകരമായി തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരാം. ചില തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും കടന്നു വരാം. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും നിങ്ങൾക്ക് വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ദിവസമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പിതാവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ചില പ്രയോജനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അനാവശ്യമായ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.
കൂടാതെ ഇന്നേ ദിവസം ബിസിനസ് പരമായി ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അതൊരു പരിധിവരെ ഇന്നേ ദിവസം ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കടം ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത് സഹായമായാണ് എങ്കിലും ഇന്നേ ദിവസം ചില ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം കൂടുതലായും ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും ഒരല്പം കൂടുതലാണ്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.